പിന്നെ അച്ചറെന്ന് പറഞ്ഞ മീൻ കാണുമ്പോൾ നമ്മൾ മുള്ളനെ പോലെ ഇല്ലേ, മുള്ളനെ കുറച്ച് പുള്ളി വെച്ച് കൊടുത്ത പോലെ. പിന്നെ നമ്മുടെ ബ്രാലിനെ പോലത്തെ ഒരു മീൻ കേട്ടോ. എന്തായാലും കേൾക്കാൻ വലിയ ഗുമ്മലില്ല, നമ്മൾ അലങ്കാര മത്സ്യങ്ങളെ പോലെ ഉണ്ടല്ലേ കാണാൻ, എന്തൊരു ഭംഗി കാണാൻ. അപ്പോഴാണ് അവിടെ ശ്രദ്ധിച്ച് നമ്മുടെ ജീരക മിഠായി പോലത്തെ റെയിൻ കോട്ട് ഇട്ടിട്ട് ഒരു ചേട്ടൻ അവിടെ ഒരു മീനെ വലിച്ചു കയറ്റണം. അപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് അത് നമ്മുടെ കൂരിയാന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ നമ്മുടെ നാട്ടിലെ കരിപ്പിടീനെ എളുപ്പം പിടിക്കാൻ പറ്റാവുന്ന പോലെയാണ് ഈ കടപ്പുറം ഭാഗത്തൊക്കെ എല്ലാവർക്കും സുഖമായിട്ട് മീൻ പിടിക്കാൻ പറ്റാവുന്ന ഒരു മീനാണ് കൂരി എന്ന് പറഞ്ഞത്. ആരും നിരാശപ്പെടുത്തുന്ന ഒരു മീനല്ല. നമ്മുടെ കരിപ്പിടി എങ്ങനെയാണ് അങ്ങനെയല്ല, നമ്മൾ ചൂണ്ട അധികം പിടിക്കാറിയാത്ത ആൾക്കാരാണെങ്കിൽ പോലും കരിപ്പിടിനെ പിടിക്കാൻ സുഖം. അതേപോലെ തന്നെയാണ് ഈ കൂരിനെ പിടിക്കാന്ന് പറഞ്ഞത്. അങ്ങനെ തിരിഞ്ഞപ്പോഴാണ് ഒരു വെറൈറ്റി കാഴ്ച കണ്ട് അവിടെ കുറച്ച് പേര് ബലിയിടാൻ വന്നിരുന്നു. പക്ഷേ ബലിയിടുന്നത് നമ്മൾ സാധാരണ കഴിക്കുക കാക്കയാണ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചട്ടെ, കുറച്ച് നായകളാണ് നമ്മൾ ബലി കഴിക്കണത് കണ്ട. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് മതിയാക്കി നേരെ ഈ ബോട്ടുകളൊക്കെ വരുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരുപാട് ബോട്ടുകൾ വന്നിറങ്ങി മീനുകളൊക്കെ ലേലം വിളിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേലത്തിനുള്ള സെറ്റിംഗ് ആണ്. അപ്പോൾ ഈ ബോട്ടിൽ നിന്ന് കിട്ടുന്ന മീനുകളൊക്കെ ഓരോ ഇതിലാക്കിയിട്ട് വന്നിട്ട് ഇവിടെ തട്ടും ഇട്ടിട്ട് ലേലത്തിൽ വിളിക്കുന്ന പരിപാടിയായിട്ട്. അപ്പോൾ നമുക്ക് ലേലം കാണാം. 39, 40 രൂപ, 41, 41, 42, 42, 42, 42, 42, 19 രൂപ, 20 രൂപ, 20 രൂപ, 20 രൂപ, 20 രൂപ, 20 രൂപ, 2000, 2000, 21, 22, 22, 22, 22, 23 രൂപ. അങ്ങനെ ലേലം വിളി കുറച്ച് കഴിഞ്ഞ് കണ്ടപ്പോൾ ബോട്ടുകളിൽ നിന്ന് പറഞ്ഞ ഫ്രഷ് മീൻ കാണാനുള്ള കൊതിയായിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടാ. അപ്പോൾ നമ്മുടെ ഈ 100 രൂപയുടെ കോട്ട് വന്ന എല്ലാ സാധാരണക്കാർക്ക് നല്ല ഉപകാരപ്പെടും തോന്നുന്നു. ഈ വഞ്ചി വലിച്ചു കയറണ കാണാൻ തന്നെ രസമാട്ടോ. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ കിട്ടിയിരിക്കുന്നത് നമ്മളെ കൊഴുവ മീനാണ് കേട്ടോ. പക്ഷേ കൊഴുവ മീനിൽ തന്നെ പലതരം മിക്സിങ് ഉണ്ട്. അപ്പോൾ വലിയ ചെമ്മീനൊക്കെ അവർ മാറ്റിയിടുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ മീനുകളാണ്. കൂടുതലും വലിയ മീനുകളൊന്നും ബോട്ടിലധികം കണ്ടിട്ടില്ല കേട്ടോ. ക്രിക്കറ്റ് കളിക്കാൻ വന്നിട്ട് വളരെ ആകസ്മികമാണെങ്കിലും എനിക്കൊരു നല്ലൊരു കാഴ്ച സമ്മാനിച്ചു. അതുപോലെ നമുക്കൊരു ഫ്രഷ് സാധാരണക്കാർക്കൊരു നല്ലൊരു ഫ്രഷ് ജീവനോട് കൂടിയുള്ള ഫ്രഷ് മീനുകളൊക്കെ മേടിക്കാൻ പറ്റാവുന്നൊരു സാഹചര്യമാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് മേടിക്കുന്നുണ്ട്. കൂടുതൽ ക്വാണ്ടിറ്റിയിൽ മേടിക്കുകയും വേണമെങ്കിൽ ലേലത്തിൽ പങ്കെടുക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയൊരു അവസരം ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ അസ്മാബി കോളേജിൻ്റെ ഓപ്പോസിറ്റ് പോണ ഒരു വഴിയിലാണ് ഈ സ്ഥലം കേട്ടോ. അപ്പോൾ അത് സെൻപുരത്തുനിന്നൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പച്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഞാൻ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. മഴ കൂടുതലായി. അപ്പോഴാണ് അവിടെ നമ്മുടെ ടെന്നീസ് ബോളിൽ ക്രിക്കറ്റ് കളിക്കുന്ന ചേട്ടൻ. എന്ത് രസമല്ലേ, നേരെ കടലിൽ നല്ല അടിപൊളി ഗ്രൗണ്ടും. തിരിച്ച് ഗ്രൗണ്ടിൽ ചെന്നപ്പോൾ കണ്ട അവസ്ഥ, അടിപൊളിയായിട്ട് വള്ളംകളി നടത്താം. അപ്പം എല്ലാവരും അവിടെ ഷെഡിൽ കൂടി നിന്നിട്ട് വർത്താനം പറയുന്നുണ്ട്. അപ്പം എന്തായാലും എൻ്റെ കാര്യം ഫ്ലോപ്പായി. എന്നാലും നല്ലൊരു വീഡിയോ കിട്ടി. അപ്പോൾ സിയാസ്കോടും ബായി പറഞ്ഞ് ഞാൻ അവിടെ തിരിച്ചു. അപ്പം ഞാൻ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ, സീ യു.